മാന്യ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ അതിഥിയായി എത്തിയത് ബഹുമാനപ്പെട്ട ജാബർ ബാക്കവി ചുഴലിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, റമദാൻ മാസത്തെ വ്രതം എന്ന് പറയുന്നത് ഈ ജനങ്ങളിൽ, വിശ്വാസികളിൽ ഭയഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ എങ്ങനെയാണ് ഈ ഭയഭക്തി ഉള്ളവരെ നമുക്ക് തിരിച്ചറിയുന്നതും, അല്ലെങ്കിൽ അവരുടെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറയും, അതെങ്ങനെയാണ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി പറ്റുക? തീർച്ചയായും റമദാനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റമദാൻ എന്നുള്ളത്, റമദാനിലുള്ള വ്രതം എന്ന് പറയുന്നത് തഖ്വ, അതാണ് ഭയഭക്തി. തഖ്വ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങളുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങളെ തൊട്ടും വിട്ടു നിൽക്കുക. അവിടെ പറയുന്നത് ഭക്ഷണപാനീയങ്ങൾ എന്ന് മാത്രമല്ല, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ തീർത്തും സാധാരണ 12 മാസം ഉള്ളതിൽ 11 മാസം ജീവിച്ചതിൽ നിന്ന് മാറിയിട്ട് പൂർണ്ണമായും ഒരു ദൈവീക ചിന്തയോടുകൂടി ജീവിക്കാനുള്ള ഒരു മാസമാണ് ഈ റമദാൻ മാസം. അതും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കേണ്ടത്. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി തീർത്തും അവൻ്റെ മനസ്സിലുള്ള വൈരാഗ്യം, വിദ്വേഷം ഇതൊക്കെ വെടിഞ്ഞു ഒരു നല്ല സന്മനസ്സിൻ്റെ ഉടമയായി നിൽക്കുക എന്നുള്ളതാണ് ഈ റമദാനിലൂടെ നമുക്ക് കിട്ടുന്ന പാഠം. ഇനി ഈ റമദാനിനെ നോക്കുകയാണെങ്കിൽ ശരിക്കും അതൊരു പരീക്ഷയാണ്. സാധാരണ ഒരു ബിരുദം നേടുന്ന ഒരാൾ ഒരു പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും. ആ കാത്തിരുന്നിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റിലായിരിക്കും അവൻ്റെ ഡിഗ്രി ഉണ്ടാകുക. അതുപോലെ ഈ റമദാനിലുള്ള 30 ദിവസം വ്രതം എന്ന് പറയുന്നത് അവൻ്റെ പരീക്ഷയുടെ ദിനങ്ങളാണ്. അത് നമ്മൾ മറ്റൊരർത്ഥത്തിൽ പറയും പരീക്ഷണത്തിൻ്റെ ദിനങ്ങളാണ്. അതായത് എത്രത്തോളം ഇവനെ പരീക്ഷിക്കാൻ പറ്റും, എത്രത്തോളം ഇവന്റെ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ദൈവ ബോധത്തോടുകൂടി അടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു പരീക്ഷണം. അത് നമുക്ക് ഈ 30 ദിവസം കഴിയലോടുകൂടി തിരിയും. എങ്ങനെയാ തിരിയുക? അതായത് ഈ റമദാൻ മാസത്തിൽ ജീവിച്ച അതേ ദൈവിക ചിന്തയിലൂടെ തന്നെയാണോ തുടർന്നും ഇവൻ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാന്മാർ പഠിപ്പിക്കുകയാണ്, ഈ തഖ്വയുള്ളവരുടെ ക്വാളിറ്റി 3 തരംതിരിക്കുന്നുണ്ട്. 3 തരംതിരിക്കുകയാണ്. 3 ഉണ്ട്. ആ 3 നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുക. എനിക്ക് ആ 3 ഏതെങ്കിലും ഒന്നുണ്ടോ, അല്ല 2 ഉണ്ടോ, ഒന്നെങ്കിലും ഉണ്ടോ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആശ്വസിക്കാം. കുറച്ചെങ്കിലും കിട്ടിയല്ലോ. അതിൽ ഒന്നാമത്തതായിട്ട് പറയാണ് യുംഫിഖൂന ഫിൽ ളറാഇ വഫിസ്സറാഇ. അതായത് സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലക്കും കഴിവുള്ള സമയത്തും ഇനി എല്ലാ കഴിവില്ലാത്ത സമയത്തും നന്മയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു നന്മയായ പ്രവർത്തനങ്ങൾ, അത് ചാരിറ്റി ആവട്ടെ, മതപരമാവട്ടെ, ഏത് കാര്യമാവട്ടെ, നന്മയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ 5000 രൂപ കൊടുക്കുകയാണ്. ഇനി എൻ്റെ അടുത്ത് ഒന്നുമില്ലാത്ത സമയത്തും എനിക്ക് വിഷമമൊന്നുമില്ല. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 50 അത് ഞാൻ സന്തോഷത്തോടെ കൊടുക്കുകയാണ്. അവിടെയാണ് അതിന്റെ പ്രത്യേകത. അതാണ് കാരണം കൊടുക്കുന്നതിൽ, കാരണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേ മനസ്സാണ്. കൊടുക്കണം എന്നുള്ള മനസ്സ് അത് നന്മക്കാണ്. അല്ലാതെ ഇന്ന് പല പ്രവർത്തനങ്ങളുണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അലട്ടുന്നൊരു വിഷയമാണ് ദേഷ്യം എന്ന് പറയുന്നത്. ദേഷ്യം പെട്ടെന്നുണ്ടാവും. അത് സ്വന്തം മക്കളെടുത്തായാലും ഭാര്യമാരെടുത്തായാലും നാട്ടുകാരെടുത്തായാലും സമപ്രായക്കാരെടുത്തായാലും ഉണ്ടാവും. അപ്പൊ ഈ ദേഷ്യം എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഗളബു മിൻ വജ്ഹി ശൈത്താൻ, ഷെയ്ത്താനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ദേഷ്യം വരുന്ന സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു നമുക്ക് തന്നെ തിരിയൂല. തഖ്വയുള്ള ഭയഭക്തിയുള്ളവരുടെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് എത്ര വലിയ പ്രഷറിന്റെ സമയമാണെങ്കിലും, എത്ര വലിയ ദേഷ്യം വരുന്ന സമയത്താണെങ്കിലും അവന്റെ ശരീരത്തെ, അവന്റെ മനസ്സിനെ അവനിക്ക് പിടിച്ചു കെട്ടാൻ കഴിയും. അവനിക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ കഴിയുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാം അവനിക്ക് തഖ്വയുണ്ടായിട്ടുണ്ട്. വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആഫീന അലന്നാസ്. അത്
നമ്മൾ റമദാനിൻ്റെ 3-ാമത്തെ 10 ചൊല്ലുന്ന പ്രാർത്ഥനയായിട്ട് വലിയ ബന്ധമുണ്ട്. ജനങ്ങളോട് വിടുതി ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യാനുണ്ടാകുന്ന ഒരു മനോഭാവം. കാരണം എൻ്റെ അയൽവാസി എൻ്റെ വീടെടുക്കുന്ന സമയത്ത് ആ വീടെടുക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് വണ്ടി പോവാനുള്ള ഒരു വഴി ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. പിറ്റേന്ന് അവരെന്ത് ചെയ്തു? അത് കടത്തുകാരെ വെച്ച് കടത്തി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവരിറക്കിയത്. എന്നാൽ കുറച്ച് കഴിഞ്ഞ പിന്നെ അവരെ ബേക്കിൽ എൻ്റെ ഒരു ആവശ്യം വന്നു. ഞാൻ അവരോട് വഴി ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയാ, അന്ന് ഞാൻ ചോദിച്ചിട്ട് നീ തന്നിട്ടില്ല, അതുകൊണ്ട് ഞാനും തരൂല. ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് നീ എന്നെ തിന്മ കൊണ്ട് നേരിട്ടാല് ആ തിന്മയെ ഞാൻ നന്മ കൊണ്ട് മറികടക്കണം എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായി വരണം. അതല്ലെങ്കിൽ നാം ഉണ്ടാക്കിയെടുക്കണം. അതും ഈ ഭയഭക്തിയുള്ളവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയിൽപ്പെട്ട ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, വളരെ നല്ലൊരു സന്ദേശമാണ് ഉസ്താദ് നമ്മളുമായിട്ട് പങ്കുവെച്ചത്. ഇനിയും നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളോട് തൽക്കാലം വിട ചോദിക്കുന്നു. സിറാജ് കല്യാശ്ശേരി. നന്ദി.